വർക്കാണ്. എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാം ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിയാലിറ്റി കാണിക്കുന്ന ഒരു പടമാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്, വെൽ ഡൺ കുഞ്ചാക്കോ ബോബൻ, ആൻഡ് യാ ലെറ്റ്സ് ഗെറ്റ് മോർ. സിറ്റുവേഷണൽ കോമഡീസ് എല്ലാം വളരെ സൂപ്പറായിരുന്നു. നല്ല പടം. The film was good. I enjoyed it a lot. നമ്മളുടെ കൂടെ ബിപിൻ ചേട്ടനും ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ പക്ഷെ പടം കണ്ടിട്ടില്ല, പക്ഷെ പടം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ. ബിപിൻ ചേട്ടാ, നമ്മുടെ സിനിമ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്തല്ലോ. ഇത്രയും നാളായിട്ടും നമ്മളൊരു വീക്കെൻഡ് കിട്ടിയിട്ട് ഇന്ന് ഈ സിനിമയ്ക്ക് തന്നെ വരാമെന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇപ്പോൾ നോർമലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു മൊറാലിറ്റി ഉള്ളൊരു ഫിലിമാണെന്ന് തോന്നി. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്, വന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫാമിലി ആയിട്ട് ഇറങ്ങിയത്. പ്രതീക്ഷിച്ചത് ഇനി കണ്ടിട്ട് ബാക്കി പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ തന്നെ നമ്മളുടെ എന്നാ താൻ കേസ് കൊടുന്നുള്ള സിനിമ നിങ്ങളെ പൂർണ്ണ രീതിയിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കട്ടെ. അത് കാരണം ഞങ്ങൾ പടമൊക്കെ കണ്ടു, അടിപൊളി പടമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമയൊക്കെ എൻജോയ് ചെയ്യുക. RFT ഫിലിംസ് ഒരുപാട് മൂവീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്, അതിനെല്ലാം വരിക. താങ്ക് യു സോ മച്ച്. ഇന്ന് എൻ്റെ കൂടെ സിനിമയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ആരാണ് നമ്മുടെ കിട്ടിയേക്കുന്നത് നിങ്ങൾ കണ്ടോ? വി ഹാവ് റൊണാൾഡ് ആൻഡ് വീസ്ലി who have watched our movie എന്നാ താൻ കേസ് കോഡ്. Guys, what do you feel about the movie and what do you think about the Malayalam movies here? I thought the movie was very well done. It was really, really well made, and there was lots of scenes where I thought it was quite interesting at first, and it took me to different places in terms of my mindset. But ultimately, it was very, very enjoyable. And for those who haven't seen it, I definitely recommend to watch it if you haven't yet. Right. So, Ronald, thank you so much. So, let's ask Ronald's brother, Weasley, with us. And did you enjoy the movie, Weasley? No, I absolutely enjoyed the movie. Like, I went into it, no expectations, and then immediately I was captivated by the movie. It's an amazing experience. Definitely go watch the movie. Definitely.
Thank you so much, guys. Thank you so much. So do keep watching all our Malayalam movies and give all your love and support to us. And thank you guys so much for being a part of RFD Films. Thank you. Did you like the film? It's fantastic. Really enjoyed our time here. Yeah. Did you like the film? Yeah, it was a wonderful experience. Thank you. നമുക്ക് ഒരു വമ്പൻ ഗ്യാങ്ങിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെ കണ്ടിട്ട് നമുക്ക് ഇന്ന് ഒരുപാട് നല്ല റിവ്യൂസ് ഇടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നിതിനും നിതിന്റെ ഫ്രണ്ട്സുമാണ് നമ്മുടെ എന്ന് താൻ കേസ് കൊടുത്തുള്ള സിനിമ കണ്ടിട്ട് വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊരു ഇങ്ങനെ ആയിരിക്കും സിനിമ എന്നൊക്കെ പ്രതീക്ഷയോടെയാണോ വന്നത്? നാട്ടിലുള്ള റിവ്യൂസ് അറിഞ്ഞിട്ടാണ് വന്നത്. കാരണം നാട്ടിലൊരു വിവാദം ഉണ്ടായ സിനിമയാണല്ലോ ആ ഒരു പോസ്റ്റർ മേക്കിങ്ങിലൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. ഈ സിനിമ കാണാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ, കാരണം നമ്മൾ ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ. സോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം എന്ന് പറയാനുള്ള കാരണങ്ങൾ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ നടൻ വളരെ നല്ല മികച്ചൊരു അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം അതെ എല്ലാവരും പൊളിച്ചു. ഓക്കെ, നിതിന്റെ ഫ്രണ്ടാണോ? എന്താ ഫ്രണ്ടിന്റെ പേര്? അജിത്ത്. അജിത്ത് നമ്മുടെ ഒരു ചാക്കോച്ചന്റെ ഒരു കട്ടില്ലേ? അജിത്ത് എല്ലാരും ദുൽഖറിന്റെ കട്ടെന്നാണ് പറഞ്ഞത്. സാറിയില്ല, ദുൽഖറും ചാക്കോച്ചനും കൂടെ എല്ലാം കൂടെ കൂടിയ ഒരു കട്ടാണ്. എന്തായാലും നമ്മുടെ കൂടെ ഒരു ചോക്ലേറ്റ് പൈനെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ചാക്കോച്ചനെ എപ്പോഴും ഇതുപോലെ ഒരു ചോക്ലേറ്റ് ഹീറോ ഇപ്പം ഈ അജിത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ മിക്കപ്പോഴുള്ള പടത്തിലെ ചാക്കോച്ചനെ കണ്ടിട്ടുള്ളത് അല്ലേ? പക്ഷേ ഇതിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ട് പോലെ കുഞ്ചാക്കോ ബോബനെക്കുള്ള ഒരാൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. സോ അതിനെപ്പറ്റി വാട്ട് യു ഹാവ് ടു സേ? ഇതൊരു എന്താ പറഞ്ഞ ഒരു തിരിച്ചുവരവ്. നമ്മൾ നോർമലി എന്നും ഒരേ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഇതിപ്പോൾ വേറൊരു സ്റ്റൈലായിട്ട് തോന്നുന്നു. എല്ലാവരും കുഞ്ചാക്കോയിൽ ഒരു ആക്ടർ ഉണ്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കണ്ടപ്പോഴായാലും പടം ഒരു അടിപൊളിയാണ്. കണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. കോമഡിയും സംഭവം എല്ലാം അടിപൊളിയാണ്. എല്ലാവരും കാണേണ്ട മൂവിയാണ് തീർച്ചയായിട്ടും. സോ അജിത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നമ്മളുടെ ഈ വീഡിയോ ചാക്കോച്ചൻ കാണുവാണെങ്കിൽ ചാക്കോച്ചൻ ഇതുപോലത്തെ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇതേപോലത്തെ അല്ല, മാറി മാറി ചെയ്യണം. എന്നും ഒരേപോലത്തെ ചെയ്യണം. ഇതേപോലെ വെറൈറ്റി പിടിക്കണം. ഓക്കെ, ഇതൊരു നിതിൻ പറഞ്ഞ പോലെ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സും കൂടെ നമ്മൾ ഇതിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിപ്പം വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സോഷ്യൽ തീമിനെ പറ്റി ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? പടത്തിന് സസ്പെൻസ് പൊട്ടിക്കാതെ പറയണം. സത്യം പടം കണ്ടില്ലല്ലോ, അപ്പം നമ്മൾ അതിനെ പറ്റിയിട്ട്. Yes, I love that. Where are you from? Pakistan. Oh, is it? This is the first time you're watching a Malayalam film? Yeah. Thank you. Hi, did you like the film? Yes. Yeah. How did you like the film? Yeah, it was really good. Yeah, you enjoyed the film? Yeah. Thank you. ശ്രീ സന്തോഷ് ടി കുരുവിള പ്രൊഡ്യൂസ് ചെയ്ത് രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നമ്മുടെ കുഞ്ചാക്കോ ബോബൻ തകർത്ത് അഭിനയിച്ച എന്നാ താൻ കേസുകോട് എന്നുള്ള സിനിമ നമ്മളുടെ UK-ലെ RFD ഫിലിംസ് ആണ് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇൽഫേർഡിലുള്ള സിനി വേൾഡിലാണ്. പടം കണ്ട ആൾക്കാർ കുറേ നല്ല അഭിപ്രായങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു. പടം കാണാൻ പോകുന്നവർ ഒരുപാട് എക്സ്പെക്ടേഷനോടെ അതിലുപരി എക്സൈറ്റ്മെൻറ്റോടെ സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സിനിമ കാണാതിരിക്കുന്നത് മോശമല്ലേ? അപ്പം ഞങ്ങളും പോയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് എന്നാ താൻ കേസുകോട്. സോ നമ്മളുടെ UK-ലെ RFD ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എന്നാ താൻ കേസ് കൊടുന്നുള്ള സിനിമ നല്ല തകർപ്പനായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നമ്മൾ മലയാളിയാണെന്ന് ചോദിച്ചാൽ മലയാളിയാണ്, എന്നാൽ ഇംഗ്ലീഷുകാരാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരനാണ്. രണ്ടും കൂടെ കലർന്ന ഒരു അടിപൊളി ചേട്ടനെ കൈ കിട്ടിയിട്ടുണ്ട്. രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ഇവിടെ ബോൺ ആൻഡ് റേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അദ്ദേഹം മലയാള സിനിമകളെ അനലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്നാ താൻ കേസ് കൊടു എന്ന സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഹലോ, വെൽക്കം. നമ്മുടെ സിനിമ കണ്ടോ? ഞാൻ ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമയും സാധിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ വരും, ഫ്രൈഡേ വരും, ജോലി കഴിഞ്ഞ് നേരെ വരും. ഇഷ്ടമാണെങ്കിൽ തിരിച്ചും വരും. ഓക്കെ. സോ ഏത് മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ ഇറങ്ങിയാലും ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോലെ കാണുന്ന ആളാണ് നമ്മുടെ രാജേട്ടൻ. സോ എന്നാ താൻ കേസ് കൊടുന്നുള്ള സിനിമയെ പറ്റി what do you feel about this movie? Usually Malayalam films are usually different anyway. Right. So within that framework of zone of Malayalam films, it's still a little bit different and out of the box, situation. So
I enjoy it. Yeah, I've enjoyed it. The song Devadootam Party is one of the very first Malayalam songs that I ever heard, you know. ഹാവ് യു വാച്ച്ഡ് അതർ മൂവീസ് ഓഫ് കുഞ്ചാക്കോ ബോബൻ? നമ്മുടെ ചാക്കോച്ചനെ എല്ലാവരും ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടല്ലേ കാണുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വേറൊരു ലുക്കിലല്ലേ? വാട്ട് ഡു യു ഫീൽ അബൌട്ട് കുഞ്ചാക്കോ ബോബൻ? I do remember Anyati Prava. Nice. Probably about 2 years after the film came out, I started buying the magazines. Wow. In late 80s, early 90s. I've still got thousands of magazines. Wow, you know? nice. Velli Nakshatram and Nana. Velli Nakshatram നാനയൊക്കെ. Oh my god. വളരെ കോയിൻസിഡൻസ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരാളെ കിട്ടുന്നത് തന്നെ. Anyway, do you think that you want to see more of Malayalam movies of this genre? Or you want to just see all the traditional? No. I mean, you know, if you want, you know, anything is better than nothing. Oh, right. Yeah, I remember the days when you couldn't see any Malayalam That's films. right, I've yeah. still got the notices and everything. I've collected everything. And so for me, you know, it's nice to be able to connect, you know. So, you know, any film, you know, I think they started showing. My memory serves me right. They only started showing Malayalam films in 1996. Yeah, so we missed out on so many films, you know. And even then, it was like one every 2 months, you know. But since 2002, you know, when they opened the cinema, things have improved a little bit. Well, quite a bit, you know. And I keep a record, and I think about 2014, they showed about 23 Malayalam films. So, Nice. yeah. Anyway, അദ്ദേഹം പറഞ്ഞ പോലെ 1996 1996 തൊട്ടാണ് ഇവിടെ വളരെ ചുരുക്കം മലയാള സിനിമകൾ മാത്രമേ പ്രദർശിപ്പിച്ച് തുടങ്ങിയത്. പിന്നീട് 2002 തൊട്ട് നമുക്ക് മലയാള സിനിമകളുടെ എണ്ണം കൂടി വന്നു. സോ ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാരുടെ വിഷമം മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് RFT ഫിലിംസ് ഇതാ എന്നാ താൻ കേസ് കൂടി മാത്രമല്ല തല്ലുമാല പാപ്പനൊക്കെ ഫുൾ സ്ക്രീനിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ RFT ഫിലിംസ് UK-യിലും അയർലൻഡുമായിട്ട് കൊണ്ടുവന്ന എന്നാ താൻ കേസ് എന്നുള്ള സിനിമ ഈഫേർഡിലുള്ള സിനി വേൾഡിൽ കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുന്ന വഴി ഇതിനോടകം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇൻസ്റ്റഗ്രാമിൽ RFT പേജിൻ്റെ ആ ഒരു പേജിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷൻ നമ്മളുടെ ലണ്ടനിലുള്ള ട്രഫാൽഗർ സ്ക്വയറിൽ വെച്ച് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സോ ട്രഫാൽഗർ സ്ക്വയറിൽ നമ്മുടെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് ടീം സ്പീക്കർ ബോക്സ് സ്ട്രീറ്റ് പാർട്ടി നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. സോ അവർ നമ്മുടെ ഈ ഒരു ദേവദൂതം എന്നുള്ള പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അതിനോടകം തന്നെ ആ ഒരു ദേവദൂത കോൺടെസ്റ്റ് എന്നുള്ള കോൺടെസ്റ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ അതിൻ്റെ വിന്നേഴ്സിനെ കൂടി നമ്മൾ അവിടെ വെച്ച് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രഫാൽഗർ സ്ക്വയറിൽ വെച്ച് കാണാം. So good. The music was amazing. We loved it. It was amazing. That's so good. Thank you so much. Of course. We're gonna sing it because they don't want us to. Without you, I could give up my life. Without you, yeah.
my baby and nobody came between us, so could ever come above. She had me going crazy. Oh, I was starstruck. She woke me up daily. Don't need no Starbucks. She made my heart pound and skip a beat when I see her in the street and at school on the playground. But I really wanna see her on the weekend. She knows she got me dazing, cause she was so amazing. And now my heart is breaking, but I just keep on saying. Nisa gasa, nisa gasa, la 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 Nisa gasa, nisa gasa, nisa gasa, nisa gasa, nisa gasa, ദേവദൂത പാടി സ്നേഹദൂത പാടി ഈയൊലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവേ. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ ആമാടപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു. സോ നമ്മളിങ്ങനെ ട്രഫാൽഗർ സ്ക്വയറിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ ആൾക്കാരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തി നിൽക്കുമ്പം
നമ്മുടെ RFT ഫിലിംസ് ആണ് നമുക്ക് ഇവിടെ മലയാള സിനിമകളൊക്കെ UK-ൽ നമുക്ക് കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിന്റെ മുതലാളിയെ ഞങ്ങളും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടു കാണത്തില്ല അല്ലേ. പുള്ളി ഇവിടെ നമ്മുടെ ട്രഫാൽഗർ സ്ക്വയറിൽ നിൽപ്പുണ്ട്. നമുക്ക് പുള്ളിയോടൊന്ന് ചോദിച്ചാലോ? ഹലോ ഹലോ. സോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ സിനിമയൊക്കെ കണ്ടു, എല്ലാവരും ഭയങ്കര അടിപൊളി റിവ്യൂസ് ഒക്കെയാണ് പറയുന്നത്. ഈ RFT ഫിലിംസ് എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളും നമ്മുടെ ഓഡിയൻസും ഒന്നും ഇതിൻ്റെ പുറകിലുള്ള ആളെ കണ്ടിട്ടില്ല. സോ ഇതാണ് നമ്മുടെ റൊണാൾഡ് ചേട്ടൻ, RFT ഫിലിംസിൻ്റെ ഓണറാണ്. ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ UK-ൽ ഒരുപാട് മലയാള സിനിമകളൊക്കെ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. സോ റൊണാൾഡ് ചേട്ടാ പറയൂ, ഇവിടെ എങ്ങനെയാണ് മലയാള സിനിമകളിലൊക്കെ ഓഡിയൻസ് കാണുന്നത്? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ റെസ്പോൺസ് ഒക്കെയാണോ? റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നൊന്നും ആൾക്കാർക്ക്, ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അത് മാത്രമല്ല നാട്ടിലൊരു ഫീല് കിട്ടാനൊക്കെ നല്ല, അതുകൊണ്ട് തീർച്ചയായും ഒത്തിരി ആൾക്കാർ ചോദിക്കുക, അതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് ഉണ്ട്. അത് മാത്രം ഒത്തിരി ഷോസ്, പ്രത്യേകം നല്ല പടങ്ങളൊക്കെയാണ് എല്ലാ ഷോസും ആവശ്യമായിട്ട് പോകുന്നത്. ഓക്കെ. ചേട്ടൻ എത്ര നാളായി കാണും നമ്മളുടെ ഈ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ UK-ൽ? 2014 ആദ്യമായിട്ട് പടം. 2014 കൊണ്ടുവരുന്നത്. 2022 നമ്മൾ ഇദ്ദേഹത്തെ ഒന്ന് കാണുന്നത്. എനിവേ റൊണാൾഡ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങളെ പോലെയുള്ള മലയാളികൾ ഇവിടെ വരുമ്പം നമുക്കൊക്കെ ഒരു ഹോംലി ഫീലാണ് ഒരു സിനിമ, മലയാള സിനിമ ഒരു തിയേറ്ററിൽ റിലീസാവുന്നത്. നമ്മളവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കാണുമ്പോഴും ഒക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഓഡിയൻസും അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ പുതിയ സിനിമയാണ് തരാൻ പോകുന്നത്? ഇനിയിപ്പോൾ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്ന തീർപ്പ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ പടം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലൈനപ്പ് 2-3 പടങ്ങൾ ലൈനപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ RFT ഫിലിംസ് ഫുൾ സ്വിങ്ങിലാണല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം റൊണാൾഡ് ചേട്ടാ. ഇതുപോലെ നല്ല നല്ല സിനിമകൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക. അപ്പം ഇനി ആരെങ്കിലും എന്നാ താൻ കേസ് കൊടുക്കാനുള്ള സിനിമ കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച് റൊണാൾഡ് ചേട്ടാ. നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ ട്രഫാൽഗർ സ്ക്വയറിലേക്ക് കാണാം. താങ്ക് യു. എന്നാ താൻ കേസ് കൊടുക്ക്. Yeah, thank you. That's it. എന്നാ താൻ കേസ് കൊടുക്ക്. Wow, well done.
This is Natasha and this is my mum, and we are from Lancashire, and we came to London to see Naztan K's Kudda, which is Sue Me. It was a really good film, wasn't it? Amazing. No, who was the actress you liked? Gayatri, she was great. She was really good. She was, And the guy, Kanchaka Boban, he's a real hero. Oh, dancing. he was so amazing. good. He was Such so a nice, pretty. like, homely film. They were both really pretty. It was really great. nice. It was a really sweet homely film. Yeah, fantastic. It was Would definitely recommend it. Yeah, Yeah, it was really recommend good. to everyone. Really good. Nisa nisa gasa, nisa nisa gasa. La 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 la. Nisa gasa, nisa 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 nisa പെട്ടി തുറന്നു തന്നു
പൊന്നും നൂലിൽ പൂത്താലിയും കോർത്തു തന്നു, കന്നിപ്പട്ടി മണിത്തൊണ്ടലും ചാത്തി തന്നു. കല്യാണപ്പൂപ്പന്തൽ സ്വർഗത്തേതോ പൂമുറ്റത്തു, കാട്ടിൽ കുരുത്തോല കലവില പാടും താഴത്തു. ചൂടിയാടും നിലാവിൽ നിസ നിസ ഗസ നിസ നിസ ഗസ നിസ നിസ ചൂടിയാടും നിലാവിൽ ചൂടിയാടും നിലാവിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല ഒന്നാന്തരം ഒരു മലയാള സിനിമ കണ്ടിറങ്ങി പൂർണ്ണ സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്താ പറയുക, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു സബ്ജക്റ്റാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്നത്. പുതിയ സ്റ്റൈൽ, പുതിയ എലമെൻറ്റ്സ്. നമ്മുടെ ചാക്കോച്ചനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്റ്റൈലിലാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. സോ UK ഈ ഒരു ഫിലിം കൊണ്ടുവന്ന RFT ഫിലിംസിന് ഒരു വലിയൊരു ബിഗ് താങ്ക് യു. ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഇതുപോലുള്ള മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാത്താൻ കേസുള്ള സിനിമ മാത്രമല്ല, പാപ്പൻ, തല്ലുമാല ഒക്കെ നമ്മുടെ RFT ഫിലിംസ് നമ്മളുടെ ഇവിടെയുള്ള മലയാളി ഓഡിയൻസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്നാത്താൻ കേസ് കൂടെ ഇനി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ നിങ്ങൾ കാണുക. UK അയർലൻഡിലോ ആണ് നിങ്ങളെങ്കിൽ ഒരു ഫുൾ ലിസ്റ്റ് ഓഫ് തിയേറ്റേഴ്സ് നമ്മുടെ RFT ഫിലിംസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ എന്നാൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് കുഴിയിലൊന്നും വീഴാതെ പെട്ടെന്ന് പോയിട്ട് എന്നാത്താൻ കേസുകൾ എന്നുള്ള സിനിമ കാണുക, എൻജോയ് ചെയ്യുക. ഗുഡ് ലക്ക്.